തുമ്പമണിൽ അനുജയുടെ വീട്ടിന് സമീപത്തു നിന്നും മനീഷ് മഹിപാൽ കൂടി ചെയ്യുന്നുണ്ട്. മനീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത്, ഈ വിഷ്ണു എന്ന പേരിലാണ് ഹാഷിമിനെ അനുജ പരിചയപ്പെടുത്തിയതെന്ന് പറയുന്നു. അങ്ങനെ വിഷ്ണു എന്നൊരു ബന്ധു ഇല്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. അവിടെ വീട്ടിലെ സാഹചര്യം എന്താണ്? ഈ സംഭവം അറിഞ്ഞ ശേഷം എന്താണ് അവിടുത്തെ പ്രതികരണങ്ങൾ? ഈ ഹാഷിം ആരാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രജിൻ, ഞാൻ നിലവിൽ നിൽക്കുന്നത് നൂറനാട് മറ്റപ്പള്ളി കോടംതുരുത്ത് ജംഗ്ഷൻ അല്ലേ? കോടംപറമ്പ് ജംഗ്ഷനാണ്. ഇതിൻ്റെ ഏകദേശം ഒരു 50 മീറ്റർ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് 50 മീറ്റർ അകലെ മാത്രമേ ഉള്ളൂ അനുജയുടെ വീട്. ആ വീടിൻ്റെ അടുത്ത ഒരു കവലയാണ്, ജംഗ്ഷനിലാണ്. എന്താണെങ്കിലും ഇവിടെ നിന്നും ഈ ഹാഷിം എന്ന പേരുള്ള ആളുടെ വീട് ഏകദേശം ചാരിമൂട് 7 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കുക, കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഈ സംഭവത്തെപ്പറ്റി അറിഞ്ഞാണല്ലോ ഭരണത്തെപ്പറ്റി, കുടുംബത്തെ പറ്റിയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അവർ മാന്യമായി ജീവിക്കുന്ന കുടുംബം. അധ്യാപികയായിരുന്നു അച്ഛൻ അധ്യാപകനും അമ്മ അധ്യാപികയായിരുന്നു. ഈ കുട്ടിയും പിന്നെ കോളേജ് പ്രൊഫസറാണ്. മാന്യമായി ജീവിക്കുന്ന കുട്ടിയാണ്. അതിനെ അവിടുന്ന് ടൂറിന് കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. ടൂറിന് പോയിട്ട് വരുന്ന വഴിക്ക് അതിനെ പിടിച്ചിറക്കി മറ്റു വണ്ടിയെ കയറ്റി കൊണ്ടുപോകുമായിരുന്നു. അത് ഏത് രീതിയിലാണ് പിടിച്ചിറക്കിയെന്ന് നമുക്കറിയില്ല. പക്ഷേ പിടിച്ചിറക്കി കൊണ്ടുപോയി അതിനെ നശിപ്പിക്കുക. ഇത് എപ്പോഴും അനുജയെ കാണാറുള്ള ആളല്ലേ ചേട്ടൻ? എപ്പോഴും കാണുന്ന, ചെറുപ്പം മുതൽ എനിക്കറിയാവുന്നതാണ്. എങ്ങനെ സ്കൂളിൽ പോയിരുന്നത്? ഇവിടുന്ന് ബസ്സിനാണ് പോകുന്നത്? ഇവിടെ നടന്നായിരുന്നു അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോഴേ ബസ്സുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ പണി നടക്കുന്ന കാരണം സർവീസ് നിർത്തിയിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിരുന്നു? അതിന് ഇപ്പോൾ 14-15 വർഷമായി കാണും. 14 വയസ്സുണ്ട് ആ കുട്ടിക്ക്. അവൾക്കൊരു മകനുണ്ട്. എൻ്റെ മോൻ്റെ പ്രായമാണ് കൊച്ചവൻ്റെ. അപ്പോൾ അതിന് 14 വയസ്സുണ്ട്. അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവൻ്റെ അച്ഛനുമായിട്ട് എന്തോ അകന്ന് ജീവിക്കുവാണ്ടായിരുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് എത്ര വ്യക്തമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. ഹാഷിം എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് സുഹൃത്താണെന്ന് മാത്രമേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു. പക്ഷേ എനിക്കറിയില്ല. നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ലില്ല, അതെനിക്കറിയില്ല. അവനെ എപ്പോഴെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, അങ്ങനെയുള്ള ആരെയും നിങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല? കണ്ടിട്ടില്ല. ഈ തൊപ്പി വെച്ച ആ ഫോട്ടോ കണ്ടിരുന്നല്ലോ, ആ ആളെ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. ചാരിമൂട് എന്ന് പറയുന്ന ഈ ഹാഷിമിന്റെ വീടെന്ന് പറയപ്പെടുന്ന സ്ഥലം ഏകദേശം എത്ര ദൂരം വരും ഇവിടുന്ന്? ഇവിടുന്ന് ഈ 6 കിലോമീറ്റർ വരും. ഇയാൾ നിലവിൽ ഇപ്പോൾ പുതിയ വരുന്ന വാർത്ത, ഇയാൾ വിഷ്ണു എന്ന പേരിൽ കൂടെയാണ് സമൂഹ മാധ്യമങ്ങൾ പരിചയപ്പെട്ടതെന്നാണ്. അത്തരത്തിൽ ഈ പ്രദേശത്ത് ഇയാളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഇവിടെ ഈ പരിസരത്ത് വന്ന് അനുജയായിട്ട് പോകുന്നതോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടേ ഇല്ല. അയാളുടെ പേര് എന്താണ്, മുസ്ലിം പേരാണ്. ഈ ടി വിക്കകത്ത് രാവിലെ കണ്ട അവിടെ പാടുന്ന അങ്ങനെ അല്ലാതെ മറ്റൊരു പേരും അറിഞ്ഞൂടാ. ശരി മനീഷ്, അവിടെ തുടരുക. എന്തായാലും അടിമുടി ദുരൂഹതകളുണ്ട്. ആർക്കും ഈ ഹാഷിം എന്ന ആളെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ അനുജയുടെ നാട്ടുകാരാണ്, സമീപവാസികളാണ് ഇപ്പോൾ 24 സംസാരിച്ചത്. അവർക്ക് ആർക്കും ഹാഷിം എന്നയാളെ പറ്റി അറിയില്ല. പക്ഷേ അനുജയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ.